ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത്. ഏകദേശം നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളെ കാണുമ്പോൾ. അപ്പോൾ പറയ്, ഞാനിപ്പോൾ എവിടെയാണ്? അറിയല്ലോ അല്ലേ? നമ്മൾ കോട്ടക്കൽ വീട്ടിലേക്ക് വീണ്ടും വന്നു. കാരണം എന്താ, വ്യാഴാഴ്ച ലീവുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച പോന്നു മദ്രസ വിട്ടിട്ട്. വെള്ളിയാഴ്ച ലീവല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഏതായാലും സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഈ ഒരു വരവൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ പറയ്, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തെ ഒരു സന്തോഷകരമായൊരു കാഴ്ച എന്ന് വെച്ചാൽ ഒന്നുമല്ല കേട്ടോ മക്കളെ. കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പഠിച്ചവനെ മഴ തരണേ, കുറച്ച് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേ നമ്മൾ ചൂടെടുത്ത് ആകെ ബുദ്ധിമുട്ടായി ഇറങ്ങാറാണ് സമയത്ത് ഒരു മഴ പെയ്തെങ്കിലും എന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ നല്ല മഴ പെയ്തു ഉഷാറായി. കണ്ടില്ലേ, എല്ലാ ചെടികളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ എത്ര നനച്ച് കൊടുത്താലും പഠിച്ചോൻ തരുന്ന മഴനോളം വരൂലല്ലോ ഒന്നും, അല്ലേ? അത് നമ്മളെത്ര നനച്ചാലൊന്നും, ഇത് കണ്ടില്ലേ, ഓരോ ഇലകളിലും വെള്ളത്തുള്ളികളാണ്. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം അല്ലേ മഴ. പിന്നെ മഴ പെയ്യണ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ കേട്ടോ. കാരണം ഫസ്റ്റത്തെ മഴയൊക്കെ ആകുമ്പോഴേ, മഴ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമല്ലേ. ഈ അനുഗ്രഹമുള്ള സമയത്ത് നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം, പഠിച്ചവനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്ക് ഇങ്ങനൊരു ഹലാലായൊരു ഉദ്ദേശം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, അത് പഠിച്ചവൻ എനിക്ക് നീ തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മഴ പെയ്യണ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അത് കേൾക്കുന്നതാണ്. അപ്പോൾ മിഞ്ഞാന്ന് തന്നെ അവിടെ മഞ്ചേരിയിൽ തന്നെ പുലർച്ചെ നല്ലൊരു മഴ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ഇടിയുണ്ട്, അതുപോലെ തന്നെ മിന്നലുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതാ വിചാരിച്ചിട്ടാണ്, മഴ പെയ്യണ സമയത്ത് നമ്മൾ പഠിച്ചവനോട് എന്ത് ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന ഉമ്മ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ വലിയ പൂവൻകോഴി നല്ല ഉഷാറായി ഒന്ന് കൂവിക്കണ്ട, സത്യമാണെന്ന് പറയാനായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നെറ്റ് കെട്ടി എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഇവിടെ അങ്ങനെ ഓരോന്ന് കുഴിച്ചിടുമ്പോൾ ഈ കോഴിക്കളൊക്കെ വന്ന് ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്തമാനങ്ങൾ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നും ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മയും ഉപ്പയൊക്കെ ഇവിടെ ഉണ്ടാവും. ഇന്ന് രാവിലെ ഉമ്മയും ഉപ്പയൊക്കെ വയനാട് പോയിക്കണേ. ഉമ്മയും ഉപ്പേൻ്റെ ഷിഫുണ്ടല്ലോ, നമ്മളെ ഷിഫ ചാനലിൽ ഷിഫുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ കുട്ടിട്ടാ. ഓളും അതേപോലെ അനിയത്തിൻ്റെ കുട്ടിയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ വയനാട്ടിലേക്ക് പോയിക്കണേ. അപ്പോൾ ഓല് വയനാട്ടിൽ ഇന്ന് രാവിലെ 8 മണിക്കാണ് പോയത്. ഉപ്പ പറഞ്ഞിന് ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂട് കാലത്ത് ത്വായിഫിക്ക് പോകുന്നൊക്കെ പറഞ്ഞില്ല, അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണെന്നൊക്കെ പറയില്ലേ. അതുപോലെ ഉമ്മാൻ്റെ വീടാണ് വയനാട് കൽപ്പറ്റ, അവിടേക്കാണ് പോയത്. അവിടെ എന്തായാലും ഒരു ഇൻഷാ അല്ലാഹ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. 8 മണിക്കാണ് പോയത്. അപ്പോൾ ഉമ്മ ഇപ്പം ഇല്ലാത്ത ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. കാരണം നാളെ രാവിലെ സഫമോൾക്ക് മദ്രസ ഉള്ളതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഉമ്മ ഇപ്പം ഇല്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അനിയത്തിയും കുട്ടികളും ആങ്ങളുടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു ഉമ്മ ഇല്ലാത്ത വീട്, ഇപ്പം ഇല്ലാത്ത വീടൊക്കെ പറയുമ്പോൾ എന്തോ എന്താ പറയുക, പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. മറ്റേത് ഉമ്മാൻ്റെ വിളി ഇങ്ങനെ ഉപ്പാൻ്റെ വിളിയും ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. കാരണം പിന്നെന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം ഞാൻ പോവുമല്ലോ. ഞാൻ ഉള്ള സമയത്ത് ഉമ്മ ഇപ്പം വയനാട്ടിലേക്ക് പോയത് ഓൾക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, വന്ന് എന്തായാലും ഞാൻ പോകൂലേ, അപ്പോൾ പിന്നെ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പോയതാണ്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ചിലപ്പം വയനാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. വിചാരിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ മഴ തുടങ്ങി ഏകദേശം തണുത്തു. അവിടെ പിന്നെ നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞു, അമ്മമാരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ മക്കളൊക്കെ റോട്ടുമ്മലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മണ്ണുള്ള റോഡാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്യാസിൻ്റെ ലൈന് വരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളി അന്ന് പറഞ്ഞല്ലോ, JCB കൊണ്ട് അത് കീറി പൊളിച്ച് എന്താ പറയുക, ആകെ കേട് വരുത്തിയതാണ്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ മുറ്റകാകം മണ്ണാണ്, മണ്ണ് നേരിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട്
നമ്മളായാലും കുട്ടികളായാലും വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ഇവരെന്തായാലും കയറ്റും. ഇത് അനിയത്തിൻ്റെ കുട്ടി കേട്ടോ, മിന്നു, പേര് മിൻഷ എന്നാണ്. ടാലൻറ്റ് എക്സാമിലൊക്കെ നല്ല ഉയർന്ന മാർക്ക് നേടിയ കുട്ടിയാണ് കേട്ടോ. എൻ്റെ പേരെന്താ? മിൻഷ ഫാത്തിമ. ഓള് മദ്രസ വിഷയങ്ങളായാലൊക്കെ ഓൾക്കൊരു സംഭവം ഈസിയാണ്. ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് കൊറോണയുടെ സമയത്തിന് 1ാം ക്ലാസ്സിൽ ചേർത്തത്. പക്ഷേ നല്ല മാഷാ അല്ലാഹ് നല്ല മെമ്മറി പവറാണ് ഇതിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ ഭയങ്കര ഒരു, ഞാൻ പറയാം, നമ്മളെ നുസൈബാനൊക്കെ പോലെ നല്ല പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ കുഞ്ഞോൾക്ക് പറഞ്ഞ അനിയത്തിക്ക് ഇതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല കേട്ടോ. കാരണം നല്ല പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ പഠിച്ചാൽ തന്നൊരു കഴിവാണല്ലോ. അങ്ങനത്തെ കുട്ടികളെ കുറിച്ചൊരു ടെൻഷൻ ഇല്ലല്ലോ നമുക്ക്, അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇതിന് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയേ വേണ്ട. അതിന് പഠനം, വായന, എഴുത്ത് അതൊക്കെ ആയിട്ട്. ഇയാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതാണ് നമ്മളെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. ഓലിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത മാസമൊക്കെ ആയിട്ട് ഗൾഫിലേക്ക് പോവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ആങ്ങളുടെ വൈഫ് നല്ല ബിരിയാണിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കട്ടെ വിചാരിച്ച് കണ്ട് നിന്നാണ്. അപ്പോൾ നമ്മളെ മുന്തിരി ദിമ ഒരു പ്രാവശ്യം കാണിച്ച് തന്നതായിട്ട് എനിക്ക് ഓർമ്മ. ദിമ നന്നായിട്ട് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മുന്തിരിയൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ ഒക്കെ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ പ്രൂൺ ചെയ്ത് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ടോ അറിയില്ല, ഇനി ഒന്ന് റെഡി ആവേണ്ടി വരും. അന്ന് കുറച്ചേ കിട്ടിയിട്ട് നല്ല മുന്തിരിയേനു. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളെ നൂർ ഫാത്തിമ, നുസൈബ, ആ 2 കഥാപാത്രങ്ങൾ പലപ്പോഴും എനിക്ക് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. പലപ്പോഴും എന്ന് വെച്ചാൽ അധിക സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ടൈം കിട്ടൂല. അപ്പോൾ അത് പലപ്പോഴും ഞാൻ മാറിപ്പോകുന്നൊരു ഇത് വരലാണ്. അപ്പോൾ പലരും പറഞ്ഞ കഥാപാത്രങ്ങൾ മാറുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നൂർ ഫാത്തിമയും അതേപോലെ തന്നെ നുസൈബയും ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടുണ്ട് വായുന്നു. അതുപോലെ ആദ്യം ഫൈസലിൻ്റെ ഷമ്മാസിൻ്റെ പേരൊക്കെ മാറിയ പോലെ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പടങ്ങൾ ക്ഷമിക്കണം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു ദിവസം തന്നെ 2 സ്റ്റോറികൾ ഒരുമിച്ച് വെച്ചാൽ ഞാൻ നുസൈബ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ അത് എന്താ പറയുക, ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് കേട്ടോ. ആദ്യമൊക്കെ 5 മണിക്ക് വിട്ടിരുന്നല്ലോ, ഇപ്പോൾ ആണെങ്കിൽ മഗ്‌രിബിന് മുമ്പായിട്ട്. പിന്നെ നൂർ ഫാത്തിമ എഡിറ്റ് ചെയ്യണത് ഇഷായിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്യൽ. അപ്പോൾ പലപ്പോഴും കാര്യങ്ങളൊക്കെ പേരുകളൊക്കെ മാറാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഞാനിവിടെ കണ്ടുട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതവിടെ ഒരുപാട് വർക്കുകൾ ഈ ചുമരുമ്മൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ മക്കൾ ഹൈറ്റ് നോക്കിയാൽ അറിയാം ഇത് എത്ര വയസ്സുള്ള മക്കളെ വരച്ചതെന്നുള്ളത്. കാരണം അത്ര നല്ല വര വരച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതില്ലേനോ ആങ്ങളുടെ കുട്ടി അനിയത്തിൻ്റെ കുട്ടികളൊക്കെ വരച്ചാണിത്. പിന്നെ വലിയ കുട്ടി അനിയത്തിൻ്റെ വലിയ കുട്ടിയൊക്കെ ഇങ്ങനെ വരച്ചുണ്ടാക്കിയ ഓരോ ഇതാണ്. ഇവിടെ ഈ റൂം മൊത്തത്തിൽ ഞാനും അനിയത്തിയൊക്കെ വന്നാൽ കിടക്കുന്ന റൂം പറഞ്ഞാൽ ഇതാണ്. ഇത് വലിയൊരു ഹാള് പോലത്തെ റൂമാണ്. കാരണം നമ്മൾ ഈ പെമ്മക്കൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് എന്തായാലും ഇവിടെയുള്ള കിടക്കല് അല്ല, ഇവിടെ എന്ന് വെച്ചാൽ ഒരുമിച്ച് കിടക്കുന്ന ആളെല്ലാവർക്കും ഇഷ്ടം അല്ലേ. ഞങ്ങളിവിടെ അങ്ങനെ ഉണ്ട്. ഏട്ടത്തി അനിയത്തിയും കുട്ടികളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കിടക്കും. അല്ലാതെ സെപ്പറേറ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ വരികയാണെങ്കിൽ മുകളിൽ പോകും, മുകളിലത്തെ റൂമിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യൽ. ആണുങ്ങളില്ലാതെ ഞങ്ങളെല്ലാവരും മക്കളും എല്ലാവരും കൂടി ഇവിടെ ഈ ഹാളിൽ അങ്ങോട്ട് സെറ്റായി കിടക്കും. ഇവിടെ നിലത്ത് വരെ പായിട്ടാകും. ഈ ടൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വല്ലാതെ പരിചയം ഉണ്ടാവില്ല. എത്ര 28-30 വർഷം മുമ്പ് പഴക്കമുള്ള ടൈൽസാണത്. അന്നൊക്കെ ആദ്യമായിട്ട് ടൈൽസ് ഇറങ്ങിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം തന്നെ വാങ്ങിയത് എല്ലാവരും അത്ഭുതത്തോടെ കാണാൻ വന്നിരുന്നു ടൈൽസ് ഇട്ടപ്പോൾ. ഇപ്പോഴൊക്കെ തന്നെ സിമ്പിളായിട്ട് എല്ലാവരും ഇടണമുള്ള ടൈൽസ്. പക്ഷെ എങ്ങനെ നിലപ്പോൾ വലിയ മാർബോണൈറ്റ് അങ്ങനത്തെ വലിയ പീസൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു പീസിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്. അന്ന് ഭയങ്കര ഭംഗിയായിട്ടത് കാണാൻ. ഇപ്പോൾ ഭംഗിയില്ല, ഇപ്പോൾ ഒക്കെ കേട് വന്ന് ഇതായി. ഇനിയിപ്പോൾ അതിന് മേലെ കൂടെ വേറൊരു മാർബോണൈറ്റൊക്കെ ഞങ്ങൾ ഒട്ടിച്ച് ആ ഭാഗമൊക്കെ റെഡിയാക്കിയപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം അവിടെയൊക്കെ ഈ ഒരു മോഡൽ ടൈൽസ് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള മാർബോണൈറ്റ് ആക്കിയേക്കാണ്. അപ്പോൾ നുസൈബാൻ്റെ കഥ കേൾക്കാൻ വന്നവർക്ക് ഇതൊന്നും ഞാൻ പറയണമെന്ന് ഇഷ്ടമുണ്ടാവില്ല, എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നുസൈബയുടെ വീഡിയോ ആയിട്ട് വരട്ടെ. കാരണം ഇവിടെ ആകുമ്പോൾ റെക്കോർഡിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുട്ടികളെ ഒച്ചപ്പാടും ഇതൊക്കെ നിങ്ങൾ കേൾക്കണമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നുസൈബാൻ്റെ വീഡിയോയുമായിട്ട് വരാം. പിന്നെ നൂർ ഫാത്തിമ നുസൈബ എന്നുള്ള പേരുകളിൽ പിഴവുകൾ വരുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അറിയാതെ അങ്ങോട്ട് ആയി പോവണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മഴയൊക്കെ പെയ്ത് നമ്മളെ ഭൂമിയൊക്കെ തണുത്ത് നല്ല ഉഷാറാവട്ടെ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഒരുപാട് അള്ളാഹു വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.